This is 24. Hello, good evening. ഇന്ത്യ അങ്ങനെ പോളിംഗ് ബൂത്തിലെത്തി. 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം 18 സംസ്ഥാനങ്ങളിൽ 2 കേന്ദ്രഭരണ പ്രദേശമടക്കം 91 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയായി കഴിഞ്ഞു. 71% 2014 ഈ 91 ലോക്സഭാ മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയ പോളിംഗിന്റെ നിലവാരം. എന്നാൽ 71ലേക്ക് എത്തുകയില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകൾ. അത് 66നും 2009 പോളിംഗ് നിലവാരത്തിനും 2014 പോളിംഗ് നിലവാരത്തിനും ഇടയ്ക്കായിരിക്കും പോളിംഗ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ചില സൂചനകൾ. ഒരുപക്ഷെ 66ലും താഴെയാകാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള കണക്കുകൾ കൂടി വരികയും ചെയ്യുന്നുണ്ട്. നോക്കാം, ഈ ഒന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങളാണ് ഇലക്ഷൻ എക്സ്പേർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വെൽക്കം ടു ഇലക്ഷൻ എക്സ്പേർട്ട്. അല്പം മുമ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് അവസാനിച്ചത്. ആദ്യഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ നിലവിൽ സൂചനകൾ അനുസരിച്ച് പോളിംഗ് ശതമാന കണക്കുകൾ എന്താണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്കുകളിലേക്ക് വരാം. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഉത്തരാഖണ്ഡിലും സംസ്ഥാനം പൂർണ്ണമായും ലോക്സഭാ പോളിലേക്ക് പോയി. അരുണാചൽ പ്രദേശ് അടക്കമുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളും പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോയി. പിന്നീട് 2 അതിലധികവും ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പിലേക്ക് പോയി. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഈ നിമിഷം നമുക്ക് കിട്ടുന്ന സൂചനകൾ പ്രകാരം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് അഥവാ പോളിംഗ് പെർസെൻറ്റേജ് ഇങ്ങനെയാണ്. ബീഹാറിൽ സൂചനകൾ പ്രകാരം 50.26%. ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ ഏറെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെലങ്കാനയിൽ 60.57% വോട്ട് ഇത്തവണ രേഖപ്പെടുത്തിയതായിട്ട് സൂചിപ്പിക്കുന്നത്. ഇതും കണക്കുകൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 5% കുറവുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മേഘാലയയിൽ 62%. ഉത്തർപ്രദേശിലും ആദ്യത്തെ ഈ ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോയ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്നിരിക്കുന്നത് 59%. 60% തികച്ചിട്ടില്ല. മണിപ്പൂരിൽ പക്ഷേ 78% പോളിംഗ് നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതൊരു പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ്. മൊത്തം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് പെർസെൻറ്റേജ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മണിപ്പൂരാണ്. 78%. ലക്ഷദ്വീപ് 65%. ആസാം 68% രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ മണിപ്പൂരിൽ 78%. എന്നാൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിലുള്ള കണക്ക് പ്രകാരം ബീഹാറാണ്. 50.26%. ചുരുങ്ങിയത് 50%നും 78%നും ഇടയ്ക്കാണ് പോളിംഗ് പെർസെൻറ്റേജ് കിടക്കുന്നത്. പക്ഷേ ഓൺ ആൻ ആവറേജ് വരുമ്പോൾ ഇത് 2014 താഴെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് ആയിട്ട് ഒരുപക്ഷെ നമ്മൾക്കത് കണക്കാക്കേണ്ടി വരും. അത് 2009 പോളിംഗ് പെർസെൻറ്റേജായ 66%ലും താഴെയാകുമോ എന്നാണ് നോക്കുന്നത്. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട കണക്കിലേക്ക് വരുന്നു. എന്താണ് ഓരോ സംസ്ഥാനങ്ങളുടെയും പോളിംഗ് ശതമാനം നമുക്ക് നോക്കണം. മൊത്തം 91 മണ്ഡലങ്ങളുടെയും പോളിംഗ് ശതമാനം കൂടി നമുക്കൊന്ന് നോക്കാവുന്നതാണ്. നിലവിൽ 2009 66%, 2014 അത് 71% തീർന്നു. 2019 91 മണ്ഡലങ്ങളുടെയും പോളിംഗിന്റെ നിലവാരം നമുക്ക് പൂർണ്ണമായും കിട്ടിയിട്ടില്ല. ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കിട്ടാനുണ്ട്. നാഗാലാൻഡും അരുണാചൽ പ്രദേശും സിക്കിമും ഛത്തീസ്ഗഡും മണിപ്പൂരും ത്രിപുരയും നമുക്ക് കൃത്യമായി കണക്കുകൾ തന്നിട്ടില്ല. മണിപ്പൂർ മാത്രമാണ് നമുക്ക് 78% എന്ന ഡിജിറ്റിലേക്ക് എത്തിയത്. ഈ 2019 ഇപ്പോഴത്തെ സൂചന പ്രകാരം 2009 പോളിംഗ് ശതമാനമായ 66%ലും താഴെയായിരിക്കാം പോളിംഗ് ശതമാനം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ വളരെ തീവ്രമായിരുന്നുവെങ്കിലും പക്ഷേ ആദ്യഘട്ടത്തിലെ ഈ 91 മണ്ഡലങ്ങളിലെ പൊതു തിരഞ്ഞെടുപ്പിലേക്ക് ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ 2014 മോദി തരംഗം ഉണ്ടായതുപോലെയുള്ള ഒരു പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായതായി മനസ്സിലാക്കാൻ സാധിക്കില്ല. നോക്കാം, ഈ 543 മൊത്തം ഇന്ത്യ ലോക്സഭാ മണ്ഡലങ്ങളിൽ 91 മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ 2014 ഇതേ മണ്ഡലങ്ങളിലൂടെ ഫലം എന്തായിരുന്നുവെന്ന്. 2014 53 സീറ്റുകൾ 40% വോട്ട് വിഹിതത്തോടുകൂടി NDA സ്വന്തമാക്കിയപ്പോൾ 19% വോട്ട് വിഹിതത്തോടുകൂടി 8 സീറ്റുകൾ മാത്രമാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്ന 91 മണ്ഡലങ്ങളിലും UPക്ക് നേടാൻ സാധിച്ചത്. അതേഴ്സ് എന്ന കാറ്റഗറിയിൽ നമ്മൾ തെലുങ്കുദേശം പാർട്ടിയുണ്ട്, ഒപ്പം TRS ഉണ്ട്, ഒപ്പം DMK അടക്കമുള്ള പാർട്ടികൾ എല്ലാം തന്നെ, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതെല്ലാം തന്നെ 30 എന്ന കാറ്റഗറിയിൽ പെടും. ഇത്
41% വോട്ട് വിഹിതത്തിൽ 30 സീറ്റുകളാണ് അവർ നേടിയത്. 53% സീറ്റ് വളരെ ഡിസിസീവും ആയിരുന്നു. നിർണായകമായ 53 സീറ്റുകൾ NDAക്ക് സമ്മാനിച്ച 91 മണ്ഡലങ്ങൾ. പക്ഷേ സൂചന പ്രകാരം ഇത്തവണ 2014 അത്ര പോളിംഗ് പെർസെൻറ്റേജ് കിട്ടിയിട്ടില്ല. വോട്ടർ ടേൺ ഔട്ട് 2014 താഴെയാണ് എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മളുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കാം. നമ്മുടെ റിപ്പോർട്ടർമാർ ഇപ്പോൾ ഡൽഹിയിൽ തയ്യാറാണ്. രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഒപ്പം ലിജോ വർഗീസ് ഉണ്ടാവും, ഷനൂബ് നമുക്കൊപ്പം ചേരും. ഈ എന്തുകൊണ്ട് 2014 വോട്ടിംഗ് പെർസെൻറ്റേജിനേക്കാൾ 2019 വോട്ടിംഗ് പെർസെൻറ്റേജ് താഴേക്ക് പോയി? എന്ത് സൂചനകളാണ് ഇത് നൽകുന്നത്? 2014 71% പോളിംഗ് പെർസെൻറ്റേജിൽ NDAക്ക് 53 സീറ്റ് കിട്ടിയെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജ് കുറയുമ്പോൾ അത് ആർക്ക് അനുകൂലമായി തീരും എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്കതിലേക്ക് വരാം. നമ്മൾ വളരെ പെട്ടെന്ന് 1-2 ചെറിയ കണക്കുകളിലേക്ക് കൂടി നമുക്ക് പോകണം. ഡൽഹിയിൽ ഇപ്പോൾ രാധാകൃഷ്ണനും ലിജോയും നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഏറ്റവും ഒടുവിൽ സൂചന പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 71% പോളിംഗ് പെർസെൻറ്റേജ് എത്താനുള്ള സാധ്യത കുറവാണ്. ബീഹാറിൽ 58% താഴെ മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിപ്പൂരിലാണ് നമുക്കറിയാവുന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 78%. പക്ഷേ ഓൺ ആൻ ആവറേജ് 66-നും 71-നും ഇടയ്ക്കായിരിക്കാം പോളിംഗ് പെർസെൻറ്റേജ്. എന്ത് സൂചന നൽകുന്നു? എന്താണ് ആദ്യ കമന്റ്, രാധാകൃഷ്ണൻ? അരുൺ, ഈ പോളിംഗ് പെർസെൻറ്റേജുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന പ്രഡിക്ഷൻ അല്പസമയം മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവ് തള്ളുന്നുണ്ട്. കാരണം ഒരു അവസാന പോളിംഗ് പെർസെൻറ്റേജ് എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഒരു ടേൺ ഔട്ട് അനുസരിച്ച് പോളിംഗ് പെർസെൻറ്റേജിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം കഴിഞ്ഞ തവണത്തേനേക്കാൾ കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അനുബന്ധമായിട്ട് ചില സൂചനകൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഞാൻ തിരിച്ചു വരാം വളരെ പെട്ടെന്ന്. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുകയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം. Notifications have been issued for first 5 phases of elections. The notification for the 6th and penultimate phase of election will be issued on April 16th. The last and 7th phase will be notified on April 22nd. All notification for all phases in the 4 states with simultaneous assembly elections have been issued. The first phase of the election spanned 91 parliamentary constituencies spread across 20 states and union territories. The size of electorate for the first phase of elections was 13.97 crores, of which the women electors were 6.87 crores. Electors of the third gender were 7771, and the person with disability electors were over 14 lakhs. The first phase of election was conducted from 1.7 lakh polling stations across 20 states and union territories. The number of contesting candidates conveys the strength and vibrancy of the electoral system. In the first phase, a total 1,239 candidates were in fray. Polling commenced at 7 a.m. Except at Nizamabad, which was at 8 a.m. and it closed at various time frame depending on the places and the difficulties. It was 30 കോടിയിലധികം വോട്ടർമാർ 1.7 ലക്ഷത്തോളം പോളിംഗ് സ്റ്റേഷനുകളിൽ നടന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെമോക്രാറ്റിക് എക്സസൈസിന്റെ ആദ്യഘട്ടം അവസാനിച്ചിരിക്കുന്നു. എത്ര പോളിംഗ് പെർസെൻറ്റേജ് എന്നുള്ളത് ഇനിയും നമുക്ക് കൃത്യമായിട്ടില്ല. നമ്മൾ കാത്തിരിക്കുന്നതും ആ പോളിംഗ് പെർസെൻറ്റേജിന് വേണ്ടിയാണ്. 71% മറികടക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നമ്മളോട് സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. In real sense of term. Today polling has concluded completely in as many as 10 states and union territories. These are Andhra Pradesh, Arunachal, Meghalaya, Mizoram, Nagaland, Sikkim, Telangana, Uttarakhand, Andaman Nicobar Islands and Lakshadweep. 10 states have concluded their first phase of elections. These states are Assam, Bihar, Chhattisgarh, Jammu and Kashmir, Maharashtra, Manipur, Odisha, Tripura, West Bengal and Uttar Pradesh. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. പോളിംഗ് പെർസെൻറ്റേജ് ആണ് ഈ നിമിഷം നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷണർ പറയുന്ന സമയത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. രാധാകൃഷ്ണനിലേക്ക് നമ്മൾ പോകുന്നു. രാധാകൃഷ്ണൻ, ഇത് 71% ആകാനുള്ള സാധ്യത ഇപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞു വന്നതും അതാണ്. പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇതുവരെയും ആ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാകാനാണ് ഇപ്പോഴത്തെ സൂചനകൾ പ്രകാരം, ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർക്കെ? അരുൺ, കഴിഞ്ഞ തവണത്തേനേക്കാൾ ഒട്ടും കുറയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇതിനനുബന്ധമായിട്ടുള്ള
ടേൺ ഔട്ടാണ് രാവിലെ മുതൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇതിനനുബന്ധമായിട്ടുള്ള ചില സൂചനകൾ അവർ നൽകുന്നത് 3 മണിവരെ ബീഹാറിൽ 41.43 ആയിരുന്നു. അതിനുശേഷമുള്ള മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള പോളിംഗ് ബീഹാറിലെ എല്ലാ മേഖലകളിലും ഉണ്ടായി. അത് ഏകദേശം ഒരു 20% വരാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ആണ് അവർ വിശദീകരിക്കുന്നത്. അതായത് ഒരു 20% ആകുമ്പോൾ 61.43% ബീഹാറിൽ എത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നത്. പക്ഷേ ഇതൊരു 55% ആകും എന്ന കാര്യത്തിൽ ഒരു തർക്കം നമുക്ക് ഈ ഘട്ടത്തിൽ ഉന്നയിക്കാനും സാധിക്കില്ല. നാഗാലാൻഡിന്റെ കാര്യം 68% 3 മണിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഉണ്ടായിരുന്നത്. ഇത് അടുത്ത 2 മണിക്കൂറുകളിലും രാവിലെ മുതൽ ഉണ്ടായിരുന്നതിന് സമാനമായിട്ട് ശക്തമായിട്ടുള്ള പോളിംഗ് അവിടെയും ഉണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ നോക്കിയാലും അവിടെയും ഒരു 20% മുകളിൽ വർധനമുണ്ടാകും. പക്ഷേ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ എന്നുള്ളത്. ആ പോളിംഗ് സ്റ്റേഷനുകളിൽ പക്ഷേ എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ കൃത്യമായിട്ട് കിട്ടുന്നില്ലല്ലോ. 3 മണിക്ക് ശേഷമുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും അരുൺ, ആന്ധ്രാപ്രദേശിനെയും തെലങ്കാനയും സംബന്ധിച്ച് ഒരു ന്യായീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലെ ഇവിടുത്തെ ടാലി കൃത്യമായിട്ട് എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 1 മണിക്ക് പ്രസിദ്ധീകരിച്ച പെർസെൻറ്റേജ് അത് ഏതാണ്ട് 11 മണി വരെയുള്ള പെർസെൻറ്റേജ് ആയിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇതനുസരിച്ച് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം തന്നെ ആന്ധ്രാപ്രദേശിലും ഒപ്പം തന്നെ തെലങ്കാനയിലും ഉണ്ടാകും എന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത്, ആട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത് ആന്ധ്രയിലും തെലങ്കാനയിലുമാണ്. ആന്ധ്രയിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും ഇന്ന് ബൂത്തിലെത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാന്തരമായിട്ട് നടക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ 70-നോടടുത്ത് പോളിംഗ് ആന്ധ്രയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 71 എത്തിയാൽ പോലും ഇന്ന് ആർക്ക് രാവിലെ പ്രെഡിക്ട് ചെയ്ത 75-ലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതും ഈ സമയത്ത് ഞാൻ പറയട്ടെ ആർക്ക്. ആൻഡ് ലിജോ പ്രെഡിക്ട് ചെയ്തത് വളരെ സേഫ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ആയിരുന്നു. 71 മുതൽ 75 വരെ എന്തും സംഭവിക്കാം. സവാദ് 73-ലാണ് നിന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 70%-ലേക്ക് ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പോലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, രാവിലെ ലിജോ സൂചിപ്പിച്ചത് അത് തന്നെയായിരുന്നു, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ഈ 25 സീറ്റുകളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശ് അടക്കമുള്ള ആസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അത് ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് പെർസെന്റ് മണിപ്പൂരിലാണെങ്കിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ അരുണാചൽ പ്രദേശിലെ കണക്കുകൾ കൃത്യമായിട്ടും നമ്മുടെ കയ്യിലുണ്ടോ? എന്താണ് ഈ വോട്ടിംഗ് പെർസെന്റേജിന്റെ ഡിക്ലൈൻ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത്? അത് ആർക്ക് അനുകൂലമായിട്ടായിരിക്കും തീരുക? ലിജോ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു മുഴുവൻ, അതായത് 91 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏറ്റവും ശക്തമായ പോളിംഗ് നടന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 65 മുതൽ 78 വരെ അത്രത്തോളം, ഒരുപക്ഷെ ഔദ്യോഗിക കണക്കുകൾ വരുമ്പോൾ മിക്ക മണ്ഡലങ്ങളും 70-ഉം 80-ലേക്കും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അത് കുറെ കൂടി ശക്തമായൊരു പോളിംഗ് നടക്കുന്നത് BJPക്കും അതുപോലെ തന്നെ NDA അനുകൂലമായിട്ടുള്ള ഘടകകക്ഷികൾക്കും കൂടുതൽ ഗുണകരമാവുമെന്നുള്ള ഒരു വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ NDAക്കൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിന് വലിയൊരു ശക്തമായ സാന്നിധ്യമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് വളരെ കൃത്യമായി പോളിംഗിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് BJPക്ക് അനുകൂലമായി വരുമെന്നുള്ളൊരു കണക്കൂട്ടലാണുള്ളത്. അതിൽ ചില സംസ്ഥാനങ്ങൾ ഒഴികെ, നാഷണൽ പീപ്പിൾസ് ഫ്രണ്ട് ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ കാവ്യണിയിപ്പിക്കാനുള്ള അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലം കണ്ടുവെന്നാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത്. ലിജോ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. 20 സീറ്റിലധികം NDA നേടുകയാണെങ്കിൽ അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ കാവ്യയുടിപ്പിക്കാനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അമിത്ഷാ ഫലം കണ്ടുവെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഷനൂബ് കൂടി ചേരുന്ന നമുക്കൊപ്പം ആന്ധ്രാപ്രദേശും തെലങ്കാനയും എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിലവിൽ പ്രാദേശിക കക്ഷികൾക്ക് പ്രാധാന്യമുള്ള പ്രദേശം. എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ പോളിംഗ് പെർസെന്റേജ് കണക്കുകൾ ലഭ്യമാണോ? രണ്ടിടത്തും ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത് കൊണ്ട് കണക്കുകൾ ലഭ്യമല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. ക്വിക്ക് റെസ്പോൺസ് ഷനൂബ്, എന്താണ് പോളിംഗ് പെർസെന്റേജ് ഏറ്റവും ലേറ്റസ്റ്റ്?
നിലവിൽ നമ്മൾക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് 3 മണി വരെ വന്ന പോളിംഗ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതായത് 3 മണിക്ക് വന്നതിൽ തെലങ്കാനയിൽ 49%, ആന്ധ്രാപ്രദേശിൽ 53% പോളിംഗ് രേഖപ്പെടുത്തി. പക്ഷേ അതിനുശേഷം പിന്നീടുള്ള 2 മണിക്കൂറുകളിൽ പോളിംഗിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ വർധനവ് സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത പോലെ 70-നടുത്ത് എത്താൻ തന്നെയാണ്. പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ 175 സീറ്റുകളിലേക്കും 25 ലോക്സഭാ സീറ്റുകളിലേക്കുമാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കണക്കുകൾ കിട്ടാൻ ഏറെ താമസിക്കും. രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം ആന്ധ്രാപ്രദേശിൽ നിലവിൽ പ്രവചനാതീതമാണ്. നിലവിൽ രണ്ടുപേരുടെയും അതായത് ചന്ദ്രബാബു നായിഡുയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ റെഡ്ഡി വിഭാഗം ചന്ദ്രബാബു നായിഡുവിന് തന്നെ വോട്ട് ചെയ്യുന്ന സാഹചര്യം, അതുപോലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ കമ്മാസ് വിഭാഗം ജഗൻമോഹൻ റെഡ്ഡിക്ക് തന്നെ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ വരുന്ന ദളിത് വോട്ടുകൾ എങ്ങനെ പോൾ ചെയ്യുന്നു, അത് ഇതിന് അവസാനത്തെ 2 മണിക്കൂറിനകത്ത് ദളിത് വോട്ടുകൾ എങ്ങനെ പോൾ ചെയ്യുന്നു, ഒപ്പം തന്നെ കർഷകരുടെ വികാരം എന്തായിരിക്കും എന്നുള്ളത് കൂടെ പരിഗണിച്ചായിരിക്കും നിലവിൽ ആന്ധ്രാപ്രദേശിന്റെയും വളരെ കൃത്യമായ അവസാന 2 മണിക്കൂറിലെ വോട്ടിങ്ങുകൾ എങ്ങനെയായിരിക്കും ഒരുപക്ഷെ ജഗൻമോഹൻ റെഡ്ഡിയോ അല്ലെങ്കിൽ തെലുങ്കുദേശം പാർട്ടിയോ എങ്ങനെയാണ് നിർണ്ണയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ തിരിച്ചു വരാം. ലിജോ, ഷനു, ബാൻഡാർക്കെ തുടരുക നിങ്ങൾ ഡൽഹിയിൽ. ഇപ്പോൾ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നമ്മൾ ഈ പോളിംഗ് പെർസെൻറ്റേജിനേക്കാൾ അപ്പുറത്തേക്ക് ചില അക്രമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയിലേക്ക് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. പക്ഷേ അപ്പോഴും നമ്മൾ കാത്തിരിക്കുന്നത് അവസാന പോളിംഗ് നില എന്ത് എന്നറിയാൻ വേണ്ടിയാണ്. 71 മറികടന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് അനുകൂലമായി തീരുമെന്നുള്ളതാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരും. ഷോർട്ട് ബ്രേക്ക്. This is 24.